ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും അറിവും പ്രാബല്യവും അടയാളം ചെയ്ത ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ ദേഹവിയോഗം ചെയ്തിട്ടുള്ളത്. തിരക്കഥകൾക്ക് 22 സംസ്ഥാന അവാർഡുകളും 6 ദേശീയ പുരസ്കാരങ്ങളും സാഹിത്യത്തിന് ഭാരതത്തിലെ തന്നെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ജ്ഞാനപീഠം പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിക്കുകയായിരുന്നു. പകരം വയ്ക്കാൻ ആളില്ലാത്ത വ്യക്തി എന്നൊക്കെ ഒട്ടും ആലങ്കാരികമല്ലാതെ നമുക്ക് പറയാൻ കഴിയുന്ന ആളാണ് അദ്ദേഹം. ശ്രീ എൻ ടി വാസുദേവൻ സാറിൻ്റെ കൂടെയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കൊപ്പം ഞാനും ദുഃഖത്തിൽ പങ്കുചേരുന്നു. ആസ് എൻ ആർട്ടിസ്റ്റ് എത്രത്തോളം പഠിക്കാൻ കഴിഞ്ഞു. എന്നും ഭയഭക്തി ബഹുമാനത്തോടു കൂടിയാണ് എൻ ടി സാറിനെ കണ്ടത്. പക്ഷേ എവിടെ കണ്ടാലും മക്കളോടുള്ള വാത്സല്യം, ആ അനുഗ്രഹം തന്നെയാണ് ഞങ്ങളുടെ ശക്തി. ഇന്നും ഒരു പ്രചോദനവും. ഇപ്പോൾ ഫിസിക്കലി എൻ ടി സാർ ഇല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ബ്ലെസ്സിങ്സ് എന്നും ഞങ്ങളെ ഗൈഡ് ചെയ്യും. അതാണ് ഈ ആർട്ടിസ്റ്റ് കമ്മ്യൂണിറ്റി. ഇപ്പോൾ അത്തരം മഹാരഥന്മാരുടെ ക്രാഫ്റ്റ് ആൻഡ് വർക്ക് വരും കാല തലമുറകൾക്കും ഇൻസ്പയറിങ്ങും ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും. സോ ഈ ഒരു അവസരത്തിൽ അദ്ദേഹം എന്നും നമ്മുടെ ഹൃദയത്തിൽ മനസ്സിലുണ്ടാവും. ലോകമെമ്പാടുമുള്ള മലയാളികളുടെയും സിനിമ പ്രേമികളുടെ ആസ്വാദകരുടെയും അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെ, അദ്ദേഹത്തിൻ്റെ സിനിമാ സൃഷ്ടികളിലൂടെ ശാശ്വതമായി ഉണ്ടാവും. സരസ്വതി എല്ലാ കുടുംബാംഗങ്ങൾക്കും ഹൃദയം നിറഞ്ഞ അനുശോചനം. തീരാ നഷ്ടവും ദുഃഖവുമാണ് ഞങ്ങൾക്ക്. പക്ഷെ ഞാനീ പറഞ്ഞതുപോലെ സ്പിരിച്വലി ഞങ്ങളെ ഗൈഡ് ചെയ്യാനുണ്ടാവും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രാർത്ഥന. അദ്ദേഹത്തിൻ്റെ ആത്മസത്യതയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഭൂമിയിലെ മനുഷ്യവാസം, അവൻ്റെ വികാരങ്ങൾ, വിചാരങ്ങൾ, വേദനകൾ, ആശങ്കകൾ, പ്രതീക്ഷകൾ, ഇതെല്ലാം എംടിയുടെ വരികളിലൂടെ ഹൃദയത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭാഷ എന്നുള്ളത് അക്ഷരങ്ങൾ തന്നെയായിരുന്നല്ലോ. കൂടുതലായിട്ട് അദ്ദേഹം സംസാരിക്കാറുണ്ടായിരുന്നില്ല. അദ്ദേഹം അക്ഷരങ്ങളിലൂടെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊന്നും നിലനിൽക്കും എന്നുള്ളതാണ്. സാധാരണഗതിയിൽ നമ്മൾ വാക്കുകൾ പറയുമ്പോൾ അതങ്ങ് അന്തരീക്ഷത്തിൽ ലയിച്ചു പോകും. എംടി നമ്മളോട് സംസാരിച്ചത് അക്ഷരങ്ങളിലൂടെ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കാലാതീതമായി അവിടെ നിലനിൽക്കും. തലമുറകളിലൂടെ ഇതാണ് ഇന്നും നമുക്ക് പരിഗണിച്ചു. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ശരിയായ ദുഃഖം